പ്രതിപക്ഷ നേതാവിനെ വീട്ടിൽ അങ്ങോട്ട് പോയി കണ്ടു നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം ഇതുമാദ്യമായിട്ടല്ല. 2016 മെയ് മാസത്തിൽ പുതുപ്പള്ളി ഹൗസിൽ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെയും അങ്ങോട്ട് നേരിട്ട് പോയി കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ കൂടിയാണ്. എപ്പോഴാണ് 2016 മെയ് മാസത്തിൽ VS അച്യുതാനന്ദനെ പോയി കണ്ടതിനു ശേഷം നേരിട്ട് പോകുന്നത്, ആദ്യമേ പോകുന്നത് ഉമ്മൻചാണ്ടിയെ കാണാനാണ്. അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ പോകുന്നത്. ഇത് രണ്ടും നമ്മുടെ മുൻപിൽ മുൻ മാതൃകകളുള്ളതാണ്. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ തന്നെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നടാടെയാണ്, ഇതാദ്യമാണ് എന്ന മട്ടിലുള്ള പ്രതീതി നിർമ്മാണം ശരിയല്ല എന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ജനപ്രിയമായ ഇത്തരം ശൈലികൾ യഥാർത്ഥത്തിൽ കൂടുതൽ ഒരു നേതാവിനെ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ആ നേതാവിൻ്റെ ഒരു ക്വാളിറ്റിയെ ജനങ്ങളുടെ മുന്നിൽ ജനപ്രിയനായ നേതാവെന്ന ഒരു ഇമേജ്, ഒരു പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. പ്രതിച്ഛായ യുദ്ധമാണല്ലോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ പ്രതിച്ഛായ മൂല്യം കൂടി വരുന്ന സാഹചര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ കോൺഗ്രസിനുള്ളിൽ നടന്ന ഈ ചക്കളത്തി പോരാട്ടം യഥാർത്ഥത്തിൽ പ്രതിച്ഛായ മൂല്യം ഉയർത്തിയത് VD സതീശനാണ്. എന്നാൽ ആ പ്രതിച്ഛായ മൂല്യം കൂടുതൽ ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ജനപ്രിയങ്ങളായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാ ജനപ്രിയ തീരുമാനങ്ങളും എന്താകണമെന്നില്ല, ജനാധിപത്യ തീരുമാനങ്ങളാകണമെന്നില്ല എന്നുള്ളതാണ്. ജനകീയ തീരുമാനങ്ങളാകണം എന്നില്ല എന്നതാണ്. നമ്മുടെ മുന്നിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ തെളിയിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാറ്റുരച്ച് നോക്കാൻ പോകുന്നത് ഇപ്പോൾ വാഹനങ്ങൾ കുറയ്ക്കുന്നത് കൊണ്ടോ, അതായത് സെക്യൂരിറ്റി സ്റ്റാഫിനെ കുറയ്ക്കുന്നത് കൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിന് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമോ? ഒരു ലാഭം ഉണ്ടാവില്ല. പകരം എന്താ സംഭവിക്കുക? എവിടെ ലാഭം ഉണ്ടാക്കുന്നത്? ഞാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വാചകം, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും അടക്കം പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കും എന്നുള്ളൊരു തീരുമാനം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള എക്സ്പെൻസ് കുറയും. മറ്റേതെന്താ, സർക്കാരിൻ്റെ സർവീസിൽ ആംഡ് ഫോഴ്സിൽ പെട്ടിരിക്കുന്ന ആംഡ് റിസർവ് ബറ്റാലിയനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ എണ്ണച്ചെലവ് മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്.